അങ്ങനെ ഇന്നത്തെ വൈകുന്നേരം മഴ പെയ്ത് തുറന്നപ്പോൾ നല്ലൊരാഗ്രഹം ഒന്ന് കറങ്ങി വന്നാലോ എന്ന്. പിന്നെ ഞാൻ എന്നിട്ട് ഒന്നും നോക്കിയില്ല, നമ്മുടെ സ്വന്തം നാട്ടിലൂടെ നടന്നിട്ടാണ് യാത്ര. മഴ പെയ്ത് തുറന്നപ്പോൾ ഞങ്ങളെപ്പോലെ നടക്കാൻ ഇറങ്ങിയതാണെന്ന് തോന്നുന്നു ഈ കുറിഞ്ഞിയും. ഇങ്ങനെ പച്ച വിരിച്ച പാടവും മഴയിൽ കുതിർന്ന റോഡും ഒക്കെ ശരിക്കും നല്ലൊരു കൗതുകമാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ തൊട്ടടുത്തുള്ള ഒരേ ഒരു കള്ളുഷാപ്പ്. ഞങ്ങളിന്ന് പോകുന്നത് പുതിയൊരു യാത്രയിലേക്കാണ്. എവിടേക്ക് എന്തിട്ട് പോണത്? വായനശാലയ്ക്ക് ഒരു വൈകുന്നേരം. അങ്ങനെ ഞങ്ങളുടെ നാട്ടിലെ നീണ്ടു കിടക്കുന്ന ഈ കനാലിൻ്റെ മേലെ കൂടെയാണ് കേട്ടോ ഞങ്ങൾ പോകുന്നത്. അവിടെ ഒരു CCTV യാത്രയൊക്കെ പറഞ്ഞിട്ടാണ് ഇന്തുട്ടി പോന്നിട്ടുള്ളത്. അങ്ങനെ ഞങ്ങൾ പിന്നെയും നടന്ന് ട്രാക്ടറൊക്കെ കണ്ട് നടന്നൊടുവിൽ ഞങ്ങൾ റോട്ടിലെത്തിയിട്ടോ. പാലക്കാടൻ ഗ്രാമഭംഗിയുടെ മറ്റൊരു മുഖചിത്രം കൂടിയാണ് കേട്ടോ നമ്മുടെ നാട്. അങ്ങനെ ഈ അമ്പലത്തിൻ്റെ തൊട്ടടുത്താണ് നമ്മുടെ വായനശാല വരുന്നത്. ഞങ്ങൾ ചെന്നപ്പോൾ അമ്പലം അടച്ചടക്കായിരുന്നു. ഈ അമ്പലത്തിൻ്റെ ബാക്കിലായിട്ടാണ് വായനശാല. അപ്പോൾ പിന്നെ ഞങ്ങൾ നേരെ വായനശാലയ്ക്ക് പോയി. അപ്പോൾ ഇത് ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ സ്വന്തം വായനശാല. ഇതിന് മുന്നേ അവിടെ നിന്നെടുത്ത പുസ്തകങ്ങൾ വെക്കാനുണ്ടായിരുന്നു കേട്ടോ. ശരിക്കും ഈ ഒരു ക്ലൈമറ്റ് നല്ല രസമുണ്ടായിരുന്നു, മഴയൊക്കെ പെയ്ത് തുറന്ന്. വായനക്കാരൻ്റെ മനസ്സിന് ശാന്തിയും സമാധാനം തരുന്ന നല്ലൊരു അന്തരീക്ഷം കൂടിയാണ് കേട്ടോ അവിടെ. ഒത്തിരി കാലപ്പഴക്കമുള്ള ഒരു കെട്ടിടം കൂടിയാണ് കേട്ടോ ഇത്. പിന്നെ ഒട്ടും സമയം കളയാതെ അടുത്ത ബുക്കുകൾക്കായുള്ള തെരച്ചിൽ തുടങ്ങിയിട്ടോ. എൻ്റെ ചെറുപ്പം തൊട്ടിട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു നാട്ടിലെ വായനശാലയിൽ അംഗമാവുക എന്നുള്ളത്. 7ാം ക്ലാസ് പഠിക്കുമ്പോഴേ ഞാൻ ആഗ്രഹം സാധിക്കും ചെയ്തു. അപ്പം തൊട്ടിട്ടേ ഞാനിവിടെ വരാറുണ്ട്. പക്ഷെ പിന്നെ പഠനമൊക്കെ ആയിട്ട് കുറേ ബ്രേക്ക് എടുത്തു. അങ്ങനെ ഇന്തുട്ടിയും ഇൻസ്പയർഡായിട്ട് ഇന്തുട്ടിയും അവിടെ ജോയിൻ ചെയ്ത് കുറേ ബുക്കുകളൊക്കെ എടുത്തു കേട്ടോ. ഒരേ ടൈമിൽ 2 പുസ്തകം അവിടെ നിന്ന് എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. അങ്ങനെ ഞങ്ങൾ 2 പേരും 2 പുസ്തകമൊക്കെ എടുത്തിട്ട് അവിടെ നിന്ന് തിരിച്ചു പോകുന്നു. പിന്നെ ഇവൻ ഇന്തുട്ടീനെ ഭയങ്കര ഇഷ്ടമായിട്ടോ. ഞങ്ങൾ വന്നപ്പോൾ തൊട്ടിനെ ഇന്തുട്ടിയുടെ കൂടെ തന്നെയാണ് അവൻ. വൈകുന്നേരം ആയതുകൊണ്ട് ഞങ്ങളുടെ ഈ വരവിന് ഒരു ലക്ഷ്യം കൂടി ഉണ്ടായിരുന്നു കേട്ടോ, അമ്പലത്തിൽ തൊഴുക എന്നുള്ളത്. അങ്ങനെ കുറച്ച് നേരം അവിടെ ഇരുന്ന് അവിടുത്തെ സമാധാനമൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് പിന്നെ നേരെ അമ്പലം തുറന്നപ്പോൾ അമ്പലത്തിലേക്ക് പോയി. ഈ അമ്പലത്തിനെ പറ്റി പറയാനാണെന്ന് വെച്ചാൽ ഒരുപാട് പറയാനുണ്ടോ. ഇപ്പോൾ പുതിയതായിട്ട് പുനഃപ്രതിഷ്ഠ കഴിഞ്ഞിട്ടുള്ള ഒരു അമ്പലമാണ് ശ്രീരാമസ്വാമി ക്ഷേത്രമാണ് കേട്ടോ. നമ്മൾ എന്തെങ്കിലും ഒരു ആഗ്രഹം മനസ്സിൽ വിചാരിച്ച് പ്രാർത്ഥിച്ചാൽ അത് നടക്കുമെന്നാണ് കേട്ടോ ഇവിടുത്തെ വിശ്വാസം. അനുഭവസ്ഥരും കുറേ പേരുണ്ടെന്നാണ് കേൾവി. തൊട്ടടുത്ത ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിൽ തൊഴുത് പിന്നെ ഞങ്ങൾ നേരെ അടുത്ത അമ്പലത്തിലേക്ക് പോയി. ഇത് ഗണപതിയുടെ അമ്പലമാണ് കേട്ടോ. ഞങ്ങൾ നേരത്തെ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഒച്ചയും ബഹളമൊന്നും ഇല്ലാത്ത നല്ലൊരു അന്തരീക്ഷമായിരുന്നു. അങ്ങനെ സമാധാനത്തോടെ തൊഴുത് അവിടെ നിന്ന് ഇറങ്ങി. ചെറുതായിട്ട് ഇരുട്ടും തിരക്കൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ ഒരു തിരക്ക് കാണുന്നുണ്ട്. അപ്പോൾ അവിടേക്കാണ് ഇനി ഞങ്ങൾ പോകണം. ഇവിടെ കയറി നമ്മൾ നല്ല ചൂടുള്ള മുട്ട ബജിയും കിടിലൻ പൊക്കവടയും കഴിച്ചു കേട്ടോ. റോഡിലെ കാഴ്ചകളൊക്കെ ഉണ്ട്. അങ്ങനെ കുറച്ച് നേരം അവിടെ ഇരുന്നു കേട്ടോ. ഇവിടെ ചായയും കോഫിയും എല്ലാതരം നല്ല ചൂടുള്ള എണ്ണക്കടികളൊക്കെ കിട്ടും കേട്ടോ. അങ്ങനെ ചായക്കട നിറഞ്ഞുമ്പോഴേക്കും നല്ല ഇരുട്ടായി. ഒരുപാട് വണ്ടികളൊക്കെ പോകാൻ തുടങ്ങി കേട്ടോ. അങ്ങനെ ആ ഇരുട്ടത്ത് ഇന്തുട്ടിയുടെ തള്ളും കേട്ട് ഞങ്ങളിങ്ങനെ നടന്ന് വീട്ടിലേക്ക് എത്താണ്. ശരിക്കും എന്താ വട്ടല്ലേ. ശരിക്കും ഈ വട്ടുകളൊക്കെ ഒരു രസമല്ലേ. നമ്മുടെ കൂട്ടിന് ഈ അമ്പിളിമാമനുണ്ട്. അങ്ങനെ ഞങ്ങൾ വീടെത്തിട്ടോ. കൂടുതൽ വിശേഷങ്ങളുമായിട്ട് ഇനിയും കാണാം. ബൈ.